ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേലിയാലിക്കലെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നമ്മൾ പണ്ട് നാൾ വന്നില്ലേ, ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിലേക്ക് നമ്മുടെ വിഷു പർച്ചേസിനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ആർക്കാന്നറിയോ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ, എൻ്റെ കുഞ്ഞുമോൻ, എൻ്റെ കുഞ്ഞുമോൻ ഉണ്ണിക്കണ്ണന് മുണ്ട് വാങ്ങിക്കാനും പട്ട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഓടി വന്നതാണ് കേട്ടോ. ഞാൻ വിഷുവിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്. സെറ്റുമുണ്ടും സകല സാധനങ്ങളായിട്ട്. ഞാനാണെങ്കിൽ സെറ്റുമുണ്ട് കുത്താമ്പള്ളിയിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഓർത്തില്ല, ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇഷ്ടം പോലെ പട്ടുതുണികൾ ഉണ്ടായിരുന്നു, നല്ല കളറും നല്ല കാര്യങ്ങളൊക്കെയുള്ള നല്ല പട്ടുതുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം സെയിം റേറ്റ്സ് തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്ക്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് മേടിക്കാം എന്നുള്ള ഒരു തന്നെ കേട്ടോ. പിന്നെ വെൽവെറ്റിൻ്റെ തുണികൾ കുറേ നല്ല കളക്ഷൻസും കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നേരെ ഞാൻ പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനോടത്തേക്ക് വന്നിട്ട് എനിക്ക് തിരുവാട വേണം. അതുകൊണ്ട് അതാണ് മെയിനായിട്ട്. അത് ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ ഒത്തിരി നടന്നു. ഗുരുവായൂരിന്ന് വാങ്ങിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം എനിക്ക് പർച്ചേസിന് നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഇനി ടൗണിൽ പോകുമ്പോൾ എനിക്ക് നടക്കുന്നില്ല. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വിട്ട് പോകും. അപ്പോൾ തിരുവാട കണ്ടപ്പോൾ എനിക്കത് വേണം തിരുവാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെക്കുമ്പോൾ കൃഷ്ണനൊരു പ്രത്യേക ഭംഗിയാണ്, ഐശ്വര്യമാണല്ലോ അതൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇതുപോലെ വേറൊരു ഗോൾഡൻ കളറിലുള്ളത് ഇവിടെ ഉണ്ട്. അതെനിക്ക് പഴകിപ്പോയി. പിന്നെ ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ഞാൻ അതൊന്നും മേടിച്ചു. നല്ല വിലയുണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ലതാണ്. ഇവിടെ കൃഷ്ണനെയൊക്കെ ഒരുക്കി കണിയൊക്കെ ഒരുക്കി അവർ നല്ല കുട്ടപ്പനായിട്ട് നീലകൃഷ്ണനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികണ്ണൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തത് ഒട്ടും നന്നായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിലും നല്ലൊരു കടയാണ് കേട്ടോ, വേലിയാലിക്ക സെൻറ്ററിലുള്ളത്. അടിപൊളി കട. അങ്ങനെ തിരുവാട ഞാൻ മേടിച്ചു. ഈ തിരുവാട തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. തിരി ഇതൊക്കെ കുറച്ച് മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തീപ്പെട്ടി വിളക്ക് വയ്ക്കാനുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് കുറേ കാലമായി ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഇത് എല്ലാ വർഷത്തേക്ക് യൂസ് ചെയ്യാമല്ലോ. നമുക്കത് ഉണ്ടായിരുന്നില്ല. ഉണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. കണ്ടോ അവിടെ ഇരിക്കുന്നത്, അതാണ്. അത് വാങ്ങിച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചില്ല, അത് പുറത്തന്നെ വെച്ചു. അപ്പം അതുകൊണ്ട് അത് മൂഷിഞ്ഞു. അപ്പം എല്ലാ വർഷവും അതാവുമ്പോൾ എനിക്ക് സുഖമാണില്ല. അപ്പം ഇതാവുമ്പോൾ കുറേ നാളെ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. ഇത്തിരി കളർഫുൾ ആവട്ടെ എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു ഉണ്ണിക്കണ്ണനെ. അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം, നമുക്ക് ഇത് എല്ലാ വർഷവും സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഉണ്ണിക്കണ്ണന് ഞാനൊരു പുതിയ മുണ്ട് വാങ്ങിച്ചു. എൻ്റെ മുത്തിനെ മുണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂജ അവിടെ വിരിക്കാനായിട്ടൊരു മഞ്ഞ തുണി മേടിച്ചു. പട്ട് മേടിച്ചില്ല, കാരണം വെച്ചാൽ പട്ട് ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത് മേടിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ സൂക്ഷിച്ച് നമുക്ക് വെക്കാം. പിന്നെ അങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് സൂപ്പറായിട്ട് ചുണ്ടടമണിയായിട്ട് ഇട്ടണം. അവിടെ പൊണ്ണുമണിയാണ്, എൻ്റെ മൂത്ത് മോനാണ് ഉണ്ണിക്കന്. കാണിച്ചു തരാട്ടോ. കണ്ടോ നിക്കന് അമ്മ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സന്തോഷം കൊണ്ട് നിൽക്കുന്നു. കണ്ടു എല്ലാവരും. അപ്പം കണ്ടില്ലേ. അപ്പം ഞാൻ പോയാൽ മുഖം എന്തായാലും ഒരു അണ്ടർസ്കർട്ട് മേടിച്ചു. ബ്ലാക്ക് അണ്ടർസ്കർട്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. 120 രൂപയുള്ളൂ കേട്ടോ. അപ്പം അത് 110 120 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്ര മതി, അത്രയുള്ളതൊക്കെ മതി. എന്ന് വെച്ചാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. ഞാൻ ഒരു വല്ലപ്പോഴും സാരി ഉടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടി ഇനി 300-ൻ്റെ 225 280 അങ്ങനെയൊക്കെയാണ് അണ്ടർസ്കർട്ടിൻ്റെ റേറ്റ്. അത്രയ്ക്കൊന്നും വേണ്ട, ഇതൊക്കെ മതി. അപ്പം അങ്ങനെ ഞാൻ ഇനി മിറ്റടിക്കട്ടെ. ഇനി മിറ്റടിയല്ലേ, കുറച്ച് വേറെ കുറേ പണികളുണ്ട്. മിറ്റടിക്കണില്ല, നാളെ അടിക്കാം. 1-ാം തീയതി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നാളെ മിറ്റടിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കരട് അപ്പോൾ വിഷുവിൻ്റെ അന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ നമ്മുടെ വീട്. അപ്പം അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. വിഷുവൊക്കെ ആയി, വിഷുക്കോടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എൻ്റെ വിഷുക്കോടി ഞാൻ കാണിച്ചു തന്നു എന്നാണ് വിചാരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്
ഇത് ചേട്ടൻ്റെ മുണ്ടാണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ കുത്താമ്പുള്ളി എന്നാണ്, കുത്താമ്പുള്ളിയാണ് പിള്ളിയാണ് എന്തെങ്കിലും അവിടെ, കുത്താമ്പുള്ളി എന്നാണ് നമ്മളെടുത്തത്. തൃശ്ശൂര് ഗിരീഷ് ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മുടെ നടുവിലാലിൻ്റെ അവിടെ അതായത് പാണ്ഡ്യ സമൂഹ മഠത്തിൻ്റെ അടുത്തുള്ള ഗിരീഷ് ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ ഇതെടുത്തത്. പിന്നെ ഇതാണ് എൻ്റെ സെറ്റുമുണ്ട്. ഇതെൻ്റെ സെറ്റുമുണ്ടാണ്. ഇത് ഒരേപോലെ അങ്ങോട്ട് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് സെറ്റുമുണ്ട് എടുത്തു. അങ്ങനെ അങ്ങ് എടുത്തു. ഞാനൊരു സെറ്റുമുണ്ട് എടുത്തു. അത്ര വലിയ റേറ്റിൻ്റെ ഒന്നുമല്ല, എല്ലാം ഒരു 500 രൂപയുടെ താഴെയുള്ളൂ. 500 രൂപ അത്രയൊക്കെ ആയിട്ടുള്ളൂ. എന്താന്ന് പിന്നെ വേറെ കാര്യം ഇതല്ല ഞാൻ വിഷുവിൻ്റെ അന്ന് ഉടുക്കുന്നുണ്ടാവുക. കാരണം ഇന്ന് വരെ ഞാൻ മീഷോന്നൊരു ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 223 രൂപ, നല്ലൊരു മെറൂൺ കളറിലൊരു ബ്ലൗസൊക്കെ അത് കണ്ട് ഞാൻ നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പയ്യൻ എന്നെ വിളിച്ചു. ഒരു ദിവസം ഞാൻ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഊബർ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പയ്യൻ എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി മെട്രോയുടെ അവിടെ എത്തിയപ്പോഴാണ് ആ പയ്യൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചി ഞാനിവിടെ അയൽപക്കത്ത് വീട്ടിലേക്ക് കൊടുക്കാം, ചേച്ചി എനിക്ക് പേയ്മെൻറ്റ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര ഇതായില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു, അടുത്ത വീട്ടിലേക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട, എനിക്ക് പരിചയമില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടെ അയൽപക്കത്ത് ആരെയും അങ്ങനെ പരിചയമില്ല, പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പയ്യൻ സമ്മതിച്ചില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞു ഇല്ല എന്നുവെച്ചാൽ ചേച്ചി ഇത് ലേറ്റ് ആവും, ചേച്ചിക്ക് ഈ സംഭവം വരാനായിട്ട് ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാ വരാമെന്ന് പറയില്ല, ലേറ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ പറഞ്ഞു. ഏതാണ്ട് എന്തോ ഒരു വാശിയാണോ അവൻ കൊണ്ടുവന്ന്, അവൻ്റെ ഒരു വാശി പോലെയാണ്. എനിക്ക് അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നിയതാ. പക്ഷെ ഞാനിത് ഇതുവരെ ക്യാൻസൽ ചെയ്തില്ല. ഞാൻ നാളത്തെയും കൂടിയും കാക്കും. എങ്ങനെയാണ് അവൻ്റെ ഇനി എങ്ങനെ വരും നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ വിചാരിച്ചു വേണ്ട ഉടുക്കണില്ല, സെറ്റുമുണ്ട ഉടുക്കണില്ല, കാര്യം കഴിഞ്ഞില്ലേ. നമ്മളിപ്പോൾ സെറ്റുമുണ്ടും സത്യം പറഞ്ഞാൽ ഓണത്തിന് വിഷുവിനൊന്നും ഒരു കോടിയോ ഒരു തേങ്ങയോ നമുക്ക് ഉണ്ടായിരുന്നില്ല. കാലഘട്ടം അങ്ങനെയായിരുന്നു. കുറച്ച് മോശാവസ്ഥയിലൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള ഒരാളാണ്, കഷ്ടപ്പാടുകളുമുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയുള്ള ഒരാൾ അപ്പം അതില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വിഷുക്കോടി ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അവന് നിർബന്ധം അവൻ കൊണ്ടുവരണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്താ ഇതിൽ 1-2 ഡേയ്സ് കഴിഞ്ഞ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതും എൻ്റെ ഒരു വിഷമത്തിന് കാരണമാണ്. അപ്പോൾ വിഷുക്കോടി ഇല്ല എന്നുള്ളത് മാത്രം സന്തോഷം ഉണ്ടായാൽ മതിയല്ലോ. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. പിന്നെ നനയ്ക്കാനും കൊടുക്കാനൊക്കെ ഇപ്പോൾ ഉണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ വരുമ്പോൾ വരട്ടെ. ഞാൻ ഈ ഒരു ചുരിദാർ തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, വേറൊരു സ്ഥലത്താണ് ഷൂജ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് തയ്പ്പിച്ചത്. അവരുടെ എംബ്ലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി തയ്പ്പിച്ച് ഞാൻ എൻ്റെ ഒരളവ് കൊടുത്തിട്ടാണ് തയ്പ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി തയ്ച്ചിട്ട് എങ്ങനെയുണ്ട് എന്താണെന്ന് കിട്ടുമൊക്കെയപ്പോൾ കുഴപ്പമില്ല. ഇനിയും തയ്പ്പിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് അയ്യോ പറ്റില്ലേ അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. ചിലവരൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ തോന്നിപ്പോവുമല്ലോ. അപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ നല്ല റെഡാണ്. പിന്നെ അതിൻ്റെ ബോട്ടം പുള്ളി ഇതൊക്കെ നമ്മൾ അന്ന് സ്വാമീസിൽ, അന്ന് ഞാനും വീണയും കൂടി പോയപ്പോൾ സ്വാമീസിൽ നിന്ന് എടുത്തതാണ് ഇതൊക്കെ. ആ തുണിയാണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് ബോട്ടായിട്ട് ഞാൻ തയ്പ്പിച്ചിരിക്കണത്. ബോട്ടം സാധാ ഒരു പലാസ് ബോട്ടം പോലെ, ഒരു ലൂസ് ബോട്ടം പോലെ, എന്നിട്ട് വള്ളി വെച്ചു. അവർ അലാസ്റ്റിക്കും പിന്നെ കീശൊക്കെ വെക്കുകയാണ്. എന്തിനാണ് കീശ പോക്കറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ആ പോക്കറ്റിന് കുറച്ച് ഉള്ളിലോട്ട്, ഇത് അതൊന്നുമില്ല, പോക്കറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അതും താഴോട്ട് പോകും. വെറുതെ കൈയൊക്കെ ഇട്ട് ചുരിദാറിനുള്ളിൽ എന്ത് കൈയിട്ട്, ഞാൻ പറയും ചുരിദാറിൻ്റെ ഉള്ളിൽ തന്നെ പോക്കറ്റ്, അങ്ങനെയാണെങ്കിൽ വല്ല സിബും കൂടി വെച്ച് തരണ ഒരു പ്രക്രിയ ഉണ്ടാവണം. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇട്ട് കാണിച്ചു തരണമെന്നുണ്ട്. ഞാൻ വിഷുവിൻ്റെ ഒന്നും ഇതിടുന്നു തോന്നണില്ല എനിക്ക്. കാരണം എനിക്ക് എന്തോ വിഷുവിൻ്റെ ഒന്നും കോടിയൊന്നും ഇടുന്നില്ല എന്നാണ് എൻ്റെ ഒരു. നന്നായിട്ടുണ്ടോ? ഇതാണ് കേട്ടോ ഇതിൻ്റെ അറ്റമരയൊക്കെ നന്നായി തയ്ച്ചിട്ടുണ്ട് ചേച്ചി.
എന്ന് വെച്ചാൽ ഞാൻ അളവ് അങ്ങനെ തന്നെ കൊടുത്ത് അതുപോലെ തന്നെ തയ്ച്ചോളാൻ പറഞ്ഞിട്ട് തയ്ച്ചതാണ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് തടി വയ്ക്കുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അഴിച്ച് ഇടാനുള്ള സംഭവങ്ങളും ഇതിൽ തയ്ച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. കോട്ടൺ ആട്ടോ, അതൊക്കെ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണേ, സ്വാമീസിലത്തെ. അപ്പം അത് എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, അങ്ങനെ അതും തയ്ച്ച് കിട്ടി. പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാനിത് ഉടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഭജന ഇരിക്കാൻ പോയപ്പോൾ ഞാൻ ഉടുത്തിട്ടൊന്ന് കഴുകി, അയൺ ചെയ്തിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ ഉടുക്കുക. അതിൻ്റെ അരിഭാഗമൊക്കെ തയ്പ്പിച്ചു കൊണ്ടുവന്നു. ഞാൻ ആ സിറ്റുമുണ്ടിൻ്റെ അരിഭാഗമൊക്കെ തയ്പ്പിച്ചു പോയി. ചേച്ചി തന്നെ നന്നായി തയ്ച്ചു തന്നു കേട്ടോ. എനിക്ക് അരിഭാഗമൊക്കെ തയ്ച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ചിലപ്പോൾ ഇതായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ അതായിരിക്കും കൊടുക്കുക, എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ടിനായാലും ബ്ലൗസൊന്നുമില്ല, ബ്ലൗസ് ഇല്ലടോ. ബ്ലൗസൊക്കെ ഫിറ്റായിട്ട് എനിക്ക് താങ്ങാൻ പറ്റാത്ത പോലെയാണ് നിൽക്കണത്. ബ്ലൗസ് ഫിറ്റായിട്ട്. അങ്ങനെ ഓണത്തിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓണമല്ല, വിഷുവിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് പച്ചക്കറി എന്ന് വെച്ചാൽ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ചക്കരിശ്ശേരി, പിന്നെ അതേപോലെ മാമ്പഴ പുളിശ്ശേരി, പപ്പടം കാച്ചാറുണ്ട്. പിന്നെ വെള്ള പായസമാണ് വെക്കുക, വല്ല പാൽ പായസമോ എന്തെങ്കിലുമൊക്കെ വെക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ വിഷുവിന് സാധാരണ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഓണത്തിന് മാത്രമാണ് നമ്മൾ സാമ്പാർ അത് ഇതൊക്കെ വെക്കുക. വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ സാമ്പാർ അങ്ങനെയുള്ള സദ്യയായിട്ട് വിഷുവിൻ്റെ തലേ ദിവസമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നാളെ ആയിരിക്കും മിക്കവാറും ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ സാധാരണ സിമ്പിൾ. പിന്നെ വിഷുക്കട്ട നിർബന്ധമായിട്ട് നമ്മളൊരു വിഷുക്കട്ട ഉണ്ടാക്കും. വിഷുക്കട്ടയും അതേപോലെ ചക്ക അടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. പഴുത്തതൊക്കെ ഉണ്ടാവാറുണ്ട് പണ്ട്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കും. വിഷുവിന് കുറച്ച് മറ്റേ ശർക്കര പാനി ഉണ്ടാക്കും, അത് കഴിക്കും. പിന്നെ പഴം പുഴുങ്ങിയതുണ്ടാവും, ചെറുപഴങ്ങൾ ഉണ്ടാവും, അതൊക്കെ മേടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒന്നും അങ്ങനത്തെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ വാങ്ങിച്ചങ്ങ് അടിപൊളിയായിട്ട് കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ അന്ന് വേറെ പ്രത്യേകിച്ച് എവിടെയും പോക്കും വരവൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പോകാനുള്ള പ്ലാനുണ്ട്. ഒരു സ്ഥലം പ്രത്യേകം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ആഘോഷങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതൊന്ന് കാണാൻ പോകണമെന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് പോകണം, അതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേ എന്താ പറയുക, ചൂടുണ്ട് അവിടെ. ഞാൻ കണ്ടില്ലേ, ഇതാ വിയർത്ത് കണ്ടില്ലേ, വിയർത്ത് ഒരു കോമാളിയുണ്ട് ഇപ്പം വിയർത്തിട്ട്. അപ്പോൾ പച്ചപ്പുട്ട് വീണയുടെ കൂടെ പോയിപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ എന്താ പറയുക, ചൂടൊക്കെ നല്ല ചൂടാണ് ഇപ്പം. അത്യാവശ്യം ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഭയങ്കര ചൂടാണ്. വല്ലപ്പോഴങ്ങനെ കരിവാളിച്ച് ഒരു പേക്കോലായിട്ട് വരും, നമ്മൾ തിരിച്ചെത്തും. പിന്നെ അപ്പം ഞാനാണെങ്കിൽ കുറച്ച് വെയിൽ കൊള്ളുമ്പോഴേക്കും കരിവാളിക്കുന്ന ഫേസാണ്. എനിക്ക് സ്കിൻ ഡിസീസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് അജിൻ്റെ ഇത്രയ്ക്കൊക്കെ ഉള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നരമുടി ഇങ്ങനെ കെട്ടിച്ച് അപ്പം അജിൻ്റെ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.